ജനാധിപത്യത്തിന്റെ അന്തസത്തെ തകർക്കുന്ന ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമര എന്ന കുടിലതന്ത്രം രാജ്യത്ത് വീണ്ടും സജീവമാകുകയാണ്. ജനവിധി അട്ടിമറിക്കാനും പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരതപ്പെടുത്താനും ബി.ജെ.പി നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 7 രാജ്യസഭാ എംപിമാരെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച ബി.ജെ.പിയുടെ നടപടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. വിശ്വാസത്തോടെ വോട്ട് ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനപ്രതിനിധികളെ ചന്തയിലെ കന്നുകാലികളെ പോലെ ലേലത്തിൽ വിൽക്കുന്ന രാഷ്ട്രീയ അധാർമികതയാണ് ഇവിടെ അരങ്ങേറുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പണവും കേന്ദ്രാധികാരവും ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാർ അജണ്ട രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന ബി.ജെ.പിയുടെ ഈ അഴുക്ക് രാഷ്ട്രീയം ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. ജനങ്ങൾ നൽകിയ വോട്ടിനേക്കാൾ വില പണക്കൊഴുപ്പിനും കുതിരക്കച്ചവടത്തിനും ലഭിക്കുമ്പോൾ അത് ജനാധിപത്യത്തെ ഒരു പ്രഹസനമാക്കി മാറ്റുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി നടപ്പിലാക്കിയ ഈ ഓപ്പറേഷൻ താമര പല രൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു രീതി പ്രതിപക്ഷ എം.എൽ.എമാരുടെ കൂട്ടരാജിയാണ്. സഭയിൽ ഭൂരിപക്ഷമുള്ള സർക്കാരുകളെ താഴെയിറക്കാൻ ഭരണപക്ഷത്തെ ഒരു വിഭാഗം അംഗങ്ങളെ പ്രലോഭിപ്പിച്ച് രാജിവെപ്പിക്കുന്നു. ഇതോടെ സഭയുടെ അംഗസംഖ്യ കുറയുകയും സർക്കാർ ന്യൂനപക്ഷമാവുകയും ചെയ്യുന്നു. രാജിവെക്കുന്നവർ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിച്ച് വീണ്ടും സഭയിലെത്തുന്നു. കർണാടകയിലും മധ്യപ്രദേശിലും കണ്ടത് ഇത്തരത്തിലുള്ള അധികാരക്കുതിയുടെയും രാഷ്ട്രീയ അധാർമികതയുടെയും നഗ്നരൂപമാണ്. ജനങ്ങളേൽപ്പിച്ച ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കൂറുമാറുന്നത് വോട്ടർമാരോടുള്ള വഞ്ചന തന്നെയാണ്. മറ്റൊരു തന്ത്രം സഭയിലെ നിർണായക വോട്ടെടുപ്പുകളിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങളെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അംഗങ്ങളെ റിസോർട്ടുകളിലേക്ക് മാറ്റുന്നതും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതും ജനാധിപത്യ പ്രക്രിയയെ പ്രഹസനമാക്കുന്നു. ഇതിനു പുറമെയാണ് പാർട്ടികളെ പിളർത്തുന്ന രീതി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നട്ടെല്ലൊടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ സൃഷ്ടിക്കുകയും ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ബി.ജെ.പി ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ ബി.ജെ.പി സഹായത്തോടെ പുതിയ സർക്കാർ രൂപീകരിക്കുകയോ ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയും എൻ.സി.പിയും പിളർത്തിയത് ഇതിന് ഉദാഹരണമാണ്. പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളല്ല, മറിച്ച് അധികാരത്തിന്റെ പങ്കുപറ്റാനുള്ള വ്യഗ്രതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുന്ന രീതിയും ഓപ്പറേഷൻ താമരയുടെ ഭാഗമാണ്. ഇ.ഡി, സി.ബി.ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസുകൾ എടുപ്പിക്കുകയും ചെയ്യുന്നു. പണത്തിന് വഴങ്ങാത്തവരെ ജയിലിലടക്കുകയും ബി.ജെ.പിയിലേക്ക് വരാൻ തയ്യാറുള്ളവരുടെ അഴിമതിക്കറ വാഷിംഗ് മെഷീൻ രാഷ്ട്രീയത്തിലൂടെ കഴുകിക്കളയുകയും ചെയ്യുന്ന അശ്ലീല നാടകമാണ് ബി.ജെ.പി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബി.ജെ.പി നേതൃത്വം അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന് ഇത്തരം നീക്കങ്ങളുടെ തെളിയിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെയും കോർപ്പറേറ്റ് പ്രീണനത്തിലൂടെയും സമാഹരിച്ച കോടിക്കണക്കിന് രൂപകൾ എവിടെ പോയെന്ന് ചോദിച്ച് ആരും തേടിച്ചെല്ലേണ്ടതില്ല. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കൂറുമാറ്റങ്ങൾക്കായി ബി.ജെ.പി കണക്കില്ലാതെ ഒഴുക്കിക്കളയുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ അവരുടെ ലിസ്റ്റുകളില്ല. മറിച്ച് പ്രതിപക്ഷമില്ലാത്ത ഒരു ഏകാധിപത്യ രാജ്യം കെട്ടിപ്പടുക്കാനാണ് RSS നയിക്കുന്ന കേന്ദ്ര ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ജനങ്ങൾ നൽകിയ വോട്ടിനേക്കാൾ വില പണക്കൊഴുപ്പിനും കുതിരക്കച്ചവടത്തിനും ലഭിക്കുമ്പോൾ അതൊരു ജനാധിപത്യത്തെ ഒരു പ്രഹസനമാക്കി മാറ്റുന്നു. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയരേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യം തന്നെയാണ്.